അങ്ങനെ റിയാസ് സലീം വീണ്ടും ബിഗ് ബോസിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, റിയാസ് വന്നപ്പോൾ തൊട്ട് ഒരുമാതിരി മരണവീട് പോലെ മാറിയിട്ടുണ്ട്. മൊത്തത്തിലൊരു മൂകത. വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. പ്രൊമോയിൽ കണ്ടിട്ടുള്ള ലക്ഷ്മിനോടുള്ള സംസാരം മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് അനുമോള് മോറൽ പോലീസിങ് ആണെന്ന് റിയാസ് ഈ ഹോട്ടലിലേക്ക് വരുന്ന വഴി വന്ന ടാക്സി ഡ്രൈവർ പറഞ്ഞു എന്ന് പറയുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അതിനുശേഷം എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. റിയാസിനോട് സ്വയം പരിചയപ്പെടുത്താൻ പറയുന്നു. അപ്പോൾ ഞാനൊരു വലിയ ഡയറക്ടറാണ്, 3 ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അതിഥികളായിട്ടുള്ള ഷിയാസിനും ശോഭയ്ക്കും 3 കോയിൻസ് കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർക്ക് ആ കോയിൻസ് കൊടുക്കാൻ പറയുന്നു. ശോഭയ്ക്കാണെങ്കിൽ ആര്യനും ജിസേലിനും എങ്ങനെയെങ്കിലും ആ കോയിൻ കൊടുക്കണം. അവർ രണ്ടുപേരും എൻ്റെ കാല് തിരുമ്മി തന്നു എന്ന് ശോഭ പറയുന്നുണ്ട്. ഷിയാസിനാണെങ്കിൽ അനുമോൾക്കും കൊടുക്കണം. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്. കുറേ നേരം എടുത്തു. ബിഗ് ബോസ് കുറേ പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ അതിഥികളായിട്ട് വന്നവരാണ്, മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ആ കോയിൻ ഒന്ന് കൊടുത്ത് തീർക്കുക എന്ന് പറഞ്ഞു. അവസാനം ആദ്യം ഒണീലിന് ഒരു കോയിൻ കൊടുക്കുന്നു. പിന്നീട് ജിസേലിന് എങ്ങനെയെങ്കിലുമൊക്കെ ശോഭ ഒരു കോയിൻ കൊടുത്തു. ശോഭയുടെ പേഴ്സും പിടിച്ച് കുറേ ഇന്നലെ രാവിലെ തൊട്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാലം തിരുമ്മി കൊടുത്തായിരുന്നു. അടുത്ത ഒരു കോയിനും കൂടെ ഉണ്ട്. അത് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ശോഭയ്ക്കാണെങ്കിൽ അത് ആര്യന് കൊടുക്കണം, ഷിയാസിനാണെങ്കിൽ അത് അനുമോൾക്ക് കൊടുക്കണം. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ആര്യന് കൊടുക്കുകയാണെങ്കിൽ ഷിയാസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഫേവറിറ്റിസം കാണിച്ചു എന്ന് പറയും. അനുമോൾക്കാണെങ്കിൽ ശോഭ കൊടുക്കണമെന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ കുറേ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അവസാനം അത് ഒരു സാബുമാന് കൊടുത്തു. സാബുമാൻ കുറച്ച് നേരം അവിടെ കുറേ നേരം വെയിലത്ത് ആ കോട്ടൊക്കെ ഇട്ട് നിന്നു. അപ്പോൾ പ്രതിമ കണക്കെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ ആ കോയിൻ കൊടുത്തു. പിന്നീട് ഷിയാസിൻ്റെ അടുത്തും ശോഭേൻ്റെ അടുത്തും ബിഗ് ബോസ് പറയാണ്, നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. പെട്ടികളൊക്കെ സ്റ്റോർ റൂമിൽ വെച്ചതിന് ശേഷം പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുന്നു. അങ്ങനെ ശോഭയും ഷിയാസും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ റിയാസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇതുവരെ വലിയ ഇതൊന്നും ഇല്ലാതെയാണ് റിയാസ് പോകുന്നത്. എല്ലാവരോടും പോയിട്ടൊക്കെ ഇങ്ങനെ പരിചയമൊക്കെ പെട്ടിട്ടൊക്കെയാണ് ഇരിക്കണേ. എന്താണ് റിയാസിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. എന്നാലും ലക്ഷ്മീനെ വല്ലാതെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും കണ്ടറിയാം എന്താണെന്നുള്ളത്.